ഇന്ന് മെയ് 12 ലോക നേഴ്സസ് ദിനം. ഡോക്ടർമാരുടെ യഥാർത്ഥത്തിൽ അവരുടെ കരങ്ങളിലൂടെ ദൈവം സ്പർശിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അവർക്കൊപ്പം എല്ലാ അർത്ഥത്തിലും മാലാഖമാരെന്ന് വിവക്ഷിക്കപ്പെടുക മാത്രമല്ല, പൂർണ്ണമായ തോതിൽ തന്നെ മാലാഖമാരെ പോലെ തന്നെ ചിരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നഴ്സുമാർ, അവരെ പലരും വിസ്മരിക്കുകയാണ്. പുഞ്ചിരിക്കുന്നവരുടെ മുഖങ്ങളെ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിന് പിന്നിൽ ത്യാഗനിർഭരമായ നിരവധി പോരാട്ടങ്ങളുണ്ട്, ഒരു അർപ്പണമുണ്ട്. ആ അർപ്പണ ബുദ്ധിയോടുകൂടി തന്നെ ലോകത്തെമ്പാടും നഴ്സുമാർ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആരോഗ്യരംഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ, ഏറ്റവും ഒടുവിൽ കൊറോണ അതിൻ്റെ ഭീതിതമായ സംഹാര മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നഴ്സുമാർ എല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് അർപ്പണ ബുദ്ധിയോടുകൂടി തന്നെ അവരുടെ മേഖലയിൽ വിരാജിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അടിമാലിയുടെ സ്വന്തം കലാകാരന്മാർ കുമാരി ഈസ സംവിധാനം നിർവഹിച്ച കടപ്പാട് എന്ന ഹ്രസ്വ ചിത്രത്തിലൂടെ ജയപ്രകാശ്, ഒപ്പം ക്യാമറാമാനായി ജോബിൻസ്, ഇവർ ആവിഷ്കരിച്ച ഹ്രസ്വ ചിത്രം നഴ്സുമാരുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് തുറന്നു പിടിക്കുന്ന ഒരു കണ്ണാടി തന്നെയാണ്. ആ ഹ്രസ്വ ചിത്രത്തിലെ അണിയറ ശില്പികളായി പ്രവർത്തിച്ച മൂവരെയും അടിമാലിയുടെ കലാകാരന്മാരെ ചാനൽ ടുഡേയുടെ ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി സ്വാഗതം. ഈ കോവിഡ് അതിന്റെ സംഹാരതാണ്ഡവം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ ഇന്ന് അറ്റ് പ്രസന്റ് 36 പുതിയ രോഗികൾ ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞു. നഴ്സുമാരുടെ ഒരു ജീവിതം ഏറെ പ്രയാസങ്ങൾ നിറഞ്ഞത് തന്നെയാണ്. പക്ഷേ ആ പ്രയാസങ്ങളിലേക്ക് ആരും കടന്നു ചെന്ന് ചിന്തിക്കാറില്ല. ഇന്ന് രാവിലെ വർത്തമാനകാലം കേരളം കേട്ടത് കണ്ണൂരിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ശമ്പളത്തിന് വേണ്ടി സമരം ചെയ്ത നഴ്സുമാരുടെ കഥനകഥ കേട്ടുകൊണ്ട് തന്നെയാണ്. അത്തരം യാഥാർത്ഥ്യത്തിൽ എന്തായിരുന്നു ഈ ഒരു കടപ്പാട് എന്ന ഹ്രസ്വചിത്രം ചെയ്യാൻ നിങ്ങൾക്കുണ്ടായ പ്രചോദനം എന്താണ്? നമ്മൾ ഓരോരുത്തരും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാണുന്നതാണ് ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയായിരിക്കും അവരെ നമ്മൾ എപ്പോഴും വരവേൽക്കുന്നത്. പക്ഷെ ആ ചിരിയുടെ പുറകില് അവരുടെ ഒരു ത്യാഗമുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ആരും ആ സമയത്ത് ചിന്തിക്കുക കൂടി ചെയ്യുന്നില്ല. അവർ ഈ ഫീൽഡിലോട്ട് വരുമ്പോൾ തന്നെ, കടന്നു വരുമ്പോൾ തന്നെ അവരെ തന്നെ ഈ ഫീൽഡിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സാമൂഹിക സേവനത്തിനായി സമർപ്പിച്ചുകൊണ്ടാണ് ഓരോരുത്തരും ഈ ഫീൽഡ് തെരഞ്ഞെടുക്കുന്നത്. ഡോക്ടേഴ്സ് ദൈവമാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആ ഡോക്ടേഴ്സിന്റെ കൈകളാണ് ഈ നഴ്സുമാരെന്ന് പറയുന്നത്. ഈ കോവിഡ് ഈ മൂർച്ഛന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ നഴ്സുമാരൊക്കെ ഒന്ന് വീട്ടിൽ പോയിട്ട് തന്നെ ഒരുപാട് ദിവസങ്ങളായി കാണും. അവർക്ക് കൊച്ചു കുട്ടികൾ ഉണ്ടായിരിക്കാം, ഭർത്താവ്, അമ്മ, എല്ലാവരെയും വിട്ടുപിരിഞ്ഞാണ് അവർ നിൽക്കുന്നത്. ഒരുപക്ഷെ അവർ വിചാരിക്കുകയാണ് ഇനി എനിക്ക് അസുഖം വന്നെങ്കിലോ എന്ന് ചിന്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ, അങ്ങനെ ചിന്തിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരിക്കലും ഇതിനെ തരണം ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. ആക്ച്വലി അവര് ശരിക്കും ഭയങ്കര സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ടൈമാണിത്. പക്ഷെ അവരുടെ എന്തെല്ലാം വേദനകൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടായിരിക്കണം ബാക്കിയുള്ള ഈ ജനങ്ങളെ സേവിക്കാൻ നിൽക്കുന്നത്. അവരുടെ ആ പുഞ്ചിരിയുടെ പുറകിലെ ചില യാഥാർത്ഥ്യങ്ങളെയാണ് ശരിക്കും നമ്മൾ കടപ്പാട് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ചിത്രീകരണം നടക്കുമ്പോൾ തന്നെ കോവിഡ് അത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു പക്ഷേ നേഴ്സിംഗ് രംഗത്ത് ആദ്യമായി കേരളം ചർച്ച ചെയ്തത് നിപ്പയുടെ പശ്ചാത്തലത്തിൽ ശുശ്രൂഷ രംഗത്ത് കോഴിക്കോട് നിറഞ്ഞു നിന്ന ലിനി എന്ന് പറഞ്ഞ നേഴ്സ് ജീവൻ വെടിയുണ്ടായി. അതിനു മുമ്പ് ശരിക്കും പറഞ്ഞാൽ ധാരാളം പേർ നമ്മുടെ
പ്ലേഗ്, മലേഷ്യൻ ഫ്ലൂ ഉൾപ്പെടെ, സ്പാനിഷ് ഫ്ലൂ ഉൾപ്പെടെ പല കാര്യങ്ങൾ വന്നപ്പോഴും ജീവൻ വെടിഞ്ഞ ധാരാളം സിസ്റ്റേഴ്സ്, നേഴ്സുമാരുണ്ടായിരുന്നു. പക്ഷേ അവരെ ഒന്നും നമ്മളൊരു പക്ഷേ ചർച്ച ചെയ്തിട്ടില്ല, അറിയുകയുമില്ല. ലിനിയിലൂടെയാണ് ഈ രംഗത്തെ പ്രതിസന്ധികളെ, സന്ദിഗ്ധ ഘട്ടങ്ങളെ, നേഴ്സുമാർ അഭിമുഖീകരിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ ഒരുപക്ഷെ കേരളം കുലങ്കഷമായി ചർച്ച ചെയ്തു. ലിനിയുടെ ജീവാർപ്പണം ഇന്നും ഒരു തീരാ നോവായി തന്നെ കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. ആരോഗ്യ കേരളം പ്രത്യേകിച്ച് ചർച്ച ചെയ്തു പോകുന്നു. പക്ഷെ നേഴ്സുമാരുടെ ഇടയിൽ ചില വ്യത്യസ്ത മുഖങ്ങളെയും നമ്മൾ കാണാറുണ്ട്. ഇന്ന് നേഴ്സസ് ദിനത്തോടനുബന്ധിച്ച് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ 6 മലയാളികൾ, ഈ നേഴ്സുമാർ കേരളത്തിന് വെളിയിൽ ഈ കോവിഡ് രോഗബാധിതരായി മരണപ്പെടുകയുണ്ടായി. അവരെ സ്മരിച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ. നേഴ്സുമാരെല്ലാവരും സേവന സന്നദ്ധരായി സദാസമയവും അർപ്പണബുദ്ധിയോടുകൂടി തന്നെ ഈ മേഖലയിൽ തുടരുന്നവരാണ് എന്നൊരു ചിന്താഗതിയുണ്ട്. ഈ ഫീൽഡിലോട്ട് വരുമ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു, അവരെ സമർപ്പിച്ച് കടന്നു വരുന്നവരാണെന്ന്. ഒരിക്കലും അവരൊരു ജോലി ആയിട്ട് അല്ലെങ്കിൽ ഒരു ശമ്പളത്തിന് വേണ്ടിയിട്ടാണ് വരുന്നതെങ്കിൽ അവരൊരിക്കലും ഈ ജോലി തെരഞ്ഞെടുക്കത്തില്ല. കാരണം ഒരു രോഗിയായിട്ട് അവർ ഹോസ്പിറ്റലിൽ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ പല തരത്തിലുള്ള പേഷ്യൻസ് കാണും. അവരുടെ ഛർദി ആയിക്കോട്ടെ, മലമൂത്ര വിസർജനങ്ങളായിക്കോട്ടെ, ഇതൊക്കെ അവരെടുക്കും. അപ്പോൾ ഒരു ശമ്പളത്തിനോ അല്ലെങ്കിൽ ഒരു ജോലിക്കോ വേണ്ടി മാത്രം കടന്നു വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ എത്രയൊക്കെയോ നല്ല ജോലികളുണ്ട്. ശരിയല്ലേ? ഇത് നല്ല ജോലി, ഇത് അവരെ തന്നെ സമർപ്പിച്ചു വരുന്ന ഒരു സമർപ്പണമാണ്, അവരുടെ ജീവത്യാഗമാണ് ഈ നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു ജോബ് എന്ന് ഞാൻ പറയും. സാധാരണക്കാരനായ എന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം എന്റെ മോളാണ്. അവളിന്ന് വളർന്നു വലുതായിരിക്കുന്നു. അവളുടെ മോഹങ്ങൾ ആകാശത്തോളവും എന്റെ കഴിവുകൾ പരിമിതവുമായിരുന്നു. കണ്ണിലെന്നുമെൻ കഴിയാകും പ്രിയമകളെ, എന്നുമെന്നുമെന്നുയിരാകും പൂവഴകേ, നെഞ്ചിലോറും സ്നേഹമായി കുഞ്ഞുനാളിൻ ഓർമ്മതൻ സ്വപ്നവർണ്ണച്ചിപ്പു ഞാൻ നൽകും. അവളുടെ മോഹങ്ങളെ പൊന്നണിയിക്കാൻ സ്വർണ്ണ പണിശാലയിലെ അതേ വിലയിൽ തന്നെ സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന ആലുങ്കലിനെ ഞാൻ തിരഞ്ഞെടുത്തു. എല്ലാ ഐശ്വര്യങ്ങൾക്കും ആലുങ്കലാണ് അവളോടൊപ്പം. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഇതെങ്ങനെയുണ്ട്? എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. ഇത് വേണം. അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം എന്നെയും കാണട്ടെ. Express your love with golden moments. KG's Jewelry, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. കടപ്പാട് എന്ന് പറയുന്ന 6 മിനിറ്റ് ദൈർഘ്യമുള്ള ഹ്രസ്വചിത്രത്തിന്റെ ഒരു ഇതിവൃത്തം, അതിനെക്കുറിച്ചൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ജയപ്രകാശ് എന്ന് പറയൂ. ഇതിന്റെ ഒരു ഇതിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിപ്പ വന്ന് മരിച്ച ലിനി സിസ്റ്ററിന്റെ അതിലൂടെയാണ് ലോകം ഈ നഴ്സുമാർ അനുഭവിക്കുന്ന ഒരു വിഷമങ്ങളും കാര്യങ്ങളും പുറത്തു വന്നു തന്നെ. അതുപോലെ തന്നെ ഈ കോവിഡ് രോഗത്തിന്റെ ഈ പ്രതിരോധ പ്രവർത്തനത്തിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഇവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മുടെ ഈ ചെറിയ ചിത്രത്തിലൂടെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്ന കുട്ടിയും നേഴ്സുമായിട്ടുള്ളൊരു ആത്മബന്ധമാണ്. സ്വന്തം അമ്മയും മകനും എങ്ങനെയാണോ കുറച്ച് ദിവസം അതിനെ പരിചരിച്ച് കഴിയുമ്പോഴത്തേനും സ്വന്തം അമ്മയും മകനും പോലെ ആവുകയാണ്. അതാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് വന്നത്. പിന്നെ അത് വ്യൂവേഴ്സ് കണ്ടു കഴിയുമ്പോൾ, പ്രേക്ഷകർ കണ്ടു കഴിയുമ്പോൾ അതിന്റെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാവും. ഈ ക്യാമറാമാൻ എന്ന രീതിയിൽ ഈ ചിത്രത്തിന്റെ
ദൃശ്യവൽക്കരണം നടത്തിയപ്പോൾ ജോബിൻസിന് എന്ത് തോന്നുന്നു? ഇത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ടാസ്ക് ആയിരുന്നു ഇത്. കാരണം ഒരു സൗഹൃദത്തിൽ ഉരുത്തിരിഞ്ഞൊരു ഷോർട്ട് ഫിലിമാണിത്. പൊതുവെ സിനിമയുടെ മറ്റു വർക്കുകളൊക്കെ ചെയ്യുന്നതിലും ഭയങ്കര റിസ്ക്കാണ് എനിക്ക് തോന്നിയായിരുന്നു. കാരണം ഈ ഒരു സമയം അതായിരുന്നു, നമുക്കൊന്നും കിട്ടാനില്ല, ആളും കുറവായിരുന്നു. രണ്ടുപേരും അസോസിയേറ്റ് അങ്ങനെ വളരെ കുറച്ച് ആളുകളെ വെച്ച് ചെയ്ത് മോണിഷ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ നമുക്ക് ഒരു ദിവസം ടൈം തന്ന് ഇത് ചെയ്യാൻ നേരത്ത് ഒരു ദിവസത്തെ ഷെഡ്യൂൾഡാണ് നമ്മൾ ചാർട്ട് ചെയ്തേക്കുന്നത്. ഇതിൽ നമുക്കറിയാം, നമുക്ക് പുറത്തേക്ക് പോലും പോകാൻ പറ്റാത്തൊരു സമയം, നമുക്കൊരു 7 പേരിൽ കൂടുതൽ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നമുക്കൊരു അസോസിയേറ്റീവ് ഇല്ല, അസിസ്റ്റൻസ് ഇല്ല, എല്ലാം ചെയ്യാൻ നമ്മൾ തന്നെ. അതായത് ഈ പറയുന്ന JP, പിന്നെ എൻ്റെ ഡയറക്ടർ, പിന്നെ ഞാൻ. എൻ്റെ ജോലി ക്യാമറ ചെയ്യാന്നുള്ളത്. എനിക്ക് ഒരു ലൈറ്റ് പിടിച്ചു തരാൻ പോലും ആളോ അല്ലെങ്കിൽ ഒരു സാങ്കേതികത എടുക്കാനുള്ളൊരു സമയം നമുക്കില്ല. നമുക്ക് അന്ന് തന്നെ ചെയ്യുകയും ചെയ്യണം. നമുക്ക് 2 ദിവസം ഷൂട്ടില്ല. അപ്പോൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ തീർക്കുക എന്നുള്ളത് ഒരു റിസ്ക് ആയിരുന്നു. ഒരു രാവിലെ 4 മണി മുതൽ സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരത്തിനുള്ളിൽ നമുക്കിത് തീർക്കേണ്ട വന്നു. അതുകൊണ്ട് റിസ്ക് ആണെങ്കിൽ തന്നെ നമുക്ക് ഒരു ദിവസം കൊണ്ടൊക്കെ സ്പീഡിലൊരു സംഭവം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഉണ്ടായത് ഈ ഒരു വർക്കിൽ തന്നെയാണ്. കാരണം മറ്റതൊക്കെ നമ്മളിടുന്ന ടൈമാണ്. ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ 30 ദിവസം വേണം, ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ 2 വർഷം വേണമെന്ന് നമ്മളിടുന്ന ടൈമിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി എല്ലാം കിട്ടും. പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളോട് ഇങ്ങോട്ട് ഇട്ട് തരുന്ന ടൈമിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറയുമ്പോൾ ഉള്ള ഒരു റിസ്ക് ഭയങ്കര ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഭയങ്കര ഒരു ഹാപ്പി തോന്നുന്നുണ്ട്. കാരണം അതിൽ നമുക്ക് ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നും ഒരു കടയിൽ പോയിട്ട് പോലും ഒരു സാധനം, ഒരു എക്യുപ്മെന്റ്സ്, ഒരു ആർട്ട്, ഒരു പ്രോപ്പർട്ടി പോലും വാങ്ങാൻ കിട്ടാത്തൊരു സ്ഥലത്ത് നമുക്കൊരു സംവിധാനം ചെയ്യാൻ പറ്റിയത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര നാളത്തേക്ക് കോൺഫിഡൻറ്റ്. എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഒരു ലേഡി ഡയറക്ടർ, നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ, സിനിമയിലേക്ക് ആക്റ്റീവ് വർക്ക് ചെയ്യുന്ന ഒരാൾ നമ്മളോട് ഡയറക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ചെയ്തോളാം എന്നാ പറഞ്ഞുള്ളൂ. ഡയറക്ഷൻ ചെയ്തോളാം എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഡയറക്ഷൻ ചെയ്തോളാൻ പറഞ്ഞു. കാരണം ഫുൾ ഉത്തരവാദിത്വം, ഞാൻ ചെയ്യുന്ന എല്ലാ വർക്കുകളിലും ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. ഫുൾ ഉത്തരവാദിത്വം ഡയറക്ടർക്ക് കൊടുത്തിട്ട് എന്നെ കമാൻഡ് ചെയ്യുക. അതിൽ നല്ലതായാലും ചീത്തതായാലും ഡയറക്ടർ അനുഭവിക്കണം എന്നുള്ളൊരു കമാൻഡിങ് ആയിരുന്നു. അത് അവർക്ക് കൊടുക്കുന്നൊരു വെല്ലുവിളിയാണ്. അപ്പോൾ വളരെ കൂളായിട്ട് അതായിട്ട് സാധാരണ നമ്മൾ പറയാറുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അയ്യോ അങ്ങനെ പറയരുത്, നമുക്ക് ഹെൽപ്പ് ചെയ്ത് തന്നെ നമ്മളോട് അങ്ങനെ പറയും. ഇതങ്ങനെയല്ല, ഓക്കെ ഞാൻ ചെയ്തോളാം, ഞാൻ ആംഗിൾ വെച്ചോളാം, ഞാൻ ആംഗിൾ പറഞ്ഞോളാം, ഞാൻ കറക്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സീക്വൻസും പറഞ്ഞ് മുന്നോട്ട് വന്നൊരു തൻ്റെടമുണ്ട്. ഒരു ലേഡി വരിക എന്ന് പറഞ്ഞാൽ അതൊരു ഇൻസ്പിറേഷനാണ്. കാരണം നമ്മുടെ അടിമാലിയിലെ പെൺകുട്ടികൾക്ക് ഇവർക്ക് കൂടുതൽ വർക്ക് ചെയ്യാനും ഞങ്ങളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും, നമുക്ക് ഓപ്പണായിട്ട് ഇതെല്ലാം കഴിയുമെന്നുള്ളൊരു ഇൻസ്പിറേഷൻ കൂടെ ഉണ്ട്. പിന്നെ ഇത് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ കോവിഡിനെ മാത്രമല്ല, ഈ ഒരു ഫീൽഡ് എനിക്ക് ഭയങ്കര ബഹുമാനമുള്ളൊരു ഫീൽഡാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റോറി വന്നപ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്തത്. ഈ സമയത്ത് വീട്ടിൽ ഇരിക്കേണ്ട സമയത്ത് ഒരു സ്റ്റോറി കൊണ്ടുവന്ന് തന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ കാരണം ഇവരുടെ ഒരു ഡെഡിക്കേഷൻ. ഇതിൻ്റെ നമ്മൾ ടൈറ്റിൽ തന്നെ പറയുന്നുണ്ട്, നമുക്ക് വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ പറ്റത്തില്ല ഇവരുടെ ഡെഡിക്കേഷൻ കാര്യങ്ങൾ. എനിക്കത് പറയാൻ അറിയത്തുമില്ല. എനിക്കപ്പോൾ നോക്കിയപ്പോൾ അത് കാണിക്കാൻ വിഷ്വലി കൂടെ കാണിച്ചു കൊടുക്കാനേ പറ്റത്തുള്ളൂ. ഇത് കടപ്പാട് എന്നുള്ളത് ഒരു നെയ്മല്ല, കാരണം അവർക്ക് അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ വാക്കാണ്, കടപ്പാടാണ്. എപ്പോഴും അവരോട് കടപ്പെട്ടവരാണ് നമ്മൾ. അവരോട് കടപ്പെടാതെ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അവർ നമ്മളൊന്ന് എടുക്കുക, തലോടുക, അടുത്ത് വരിക എന്നൊക്കെ നേഴ്സുമാർ നമ്മുടെ ആരും ഒന്നും അല്ല. അവർക്ക് മെഡിസിൻ തന്നിട്ട് പോയാൽ മതി. പക്ഷെ അവർ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കോട് തിരിച്ച് ചെയ്യാൻ ഇപ്പം ഒന്നും പറ്റത്തില്ല. കാരണം ഒരു 500 രൂപ കൊണ്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവരുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ അത് മോശമാണ്. നമുക്ക് ആ പാടെ അവർ ചെയ്യാൻ പറ്റുന്ന അവർ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അവരെന്താണെന്നുള്ളത് ജസ്റ്റ് ചെറിയ രീതിയിൽ ഒരു കുഞ്ഞു സംഭവത്തിലാണെങ്കിലും കാണിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. ശരി.
മോനെ എണീറ്റേടാ, കഞ്ഞി കുടിക്കണ്ടേ നമുക്ക്? ഭക്ഷണമൊക്കെ കഴിച്ച് മിടുക്കനാവണ്ടേ? അങ്ങനെ പറയല്ലേ. പനിയൊക്കെ മാറി സുന്ദര കുട്ടനാവണ്ടേ? വാശി പിടിക്കരുത് കേട്ടോ. എനിക്ക് അമ്മേനെ കാണണം. അമ്മേനെ കാണാലോ. മരുന്നൊക്കെ കഴിച്ച് മിടുക്കനായിട്ട് അമ്മേനെ കാണാം കേട്ടോ. വാ എണീറ്റേ. ഭക്ഷണമൊക്കെ കഴിച്ച് മിടുക്കനായാലേ വീട്ടിൽ അമ്മേനെ കാണാൻ പറ്റുള്ളൂ അല്ലേ? ഇതൊക്കെ കഴിഞ്ഞ് ഒക്കെ നമുക്ക് അമ്മേനെ കാണാലോ കേട്ടോ. ഇങ്ങോട്ട് നോക്കിക്കേ. നേഴ്സമ്മ പറയുന്നത് അമ്മ കേക്കില്ലേ? നിന്നെ പോലെ തന്നെ ഒരു കുറുമ്പൻ എനിക്കുണ്ട്. എന്നാ പിന്നെ നല്ല കുട്ടിയായിട്ട് നമുക്കിനി കഞ്ഞി കുടിക്കാം. എന്നിട്ട് അവനെവിടെ? അവനോ? അവനും നിന്നെ പോലെ തന്നെ ഒരു വാശിക്കാരനാ. ഇപ്പൊ എന്നെ കാണാത്തോണ്ട് വീട്ടിലിരുന്ന് അവനും ഇങ്ങനെ വാശി പിടിക്കുന്നുണ്ടാവും. കഴിക്കേ, താഴെ കളയല്ലേ. താഴെ കളയാതെ മിടുക്കനായിട്ട് കഴിച്ചേ. കഴിക്കേ. ആ മിടുക്കൻ. മുഖത്തോടെ മുഴുവനാക്കിലോ. എന്നടാ എന്നിട്ടെന്നാ നേഴ്സമ്മ വീട്ടിൽ പോവാത്തെ? ഞാൻ പോയാ നിങ്ങളെയൊക്കെ നോക്കാൻ ആരാ ഉള്ളേ? എനിക്കിപ്പോ നീ ഉണ്ടല്ലോ, അത് മതി. മോനെ, പനിയൊക്കെ മാറി മിടുക്കനായല്ലോ. ശ്വാസം ഒന്ന് വലിച്ചു വിട്ടേ. അങ്ങനെ വീട്ടിൽ പോവാലോ. അമ്മേനെയൊക്കെ കാണണ്ടേ? വീട്ടിൽ പോയി വാശിയൊന്നും പിടിക്കാതെ മരുന്നൊക്കെ കഴിച്ച് നന്നായിട്ടിരിക്കണം കേട്ടോ. ഡോക്ടറെങ്കിലെ നേഴ്സമ്മ എന്നാ വരാത്തെ? നേഴ്സമ്മക്ക് ഒരു ചെറിയ പനി. മോനെ കാണാൻ എന്നാ നേഴ്സമ്മ വരുന്നേ? പനിയൊക്കെ മാറിയിട്ട് നേഴ്സമ്മ മോനെ വന്ന് കണ്ടോളും കേട്ടോ. മരുന്നൊക്കെ കഴിച്ചായിരുന്നോ? ഗുഡ് ബോയ്. വീട്ടിൽ ചെന്ന് മരുന്നൊക്കെ കഴിച്ച് മിടുക്കനായിട്ടിരിക്കണം കേട്ടോ. അമ്മേനെ കാണണ്ടേ മോനെ? വീട്ടിൽ ചെന്ന് വെയിലൊന്നും കൊണ്ട് പുറത്തിറങ്ങി നടക്കരുത് കേട്ടോ. മരുന്നൊക്കെ കൃത്യസമയത്ത് കഴിക്കണം. പനി മാറിയിട്ട് നേഴ്സമ്മ മോനെ വന്ന് കാണാൻ ഡോക്ടർ അങ്കിൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ജോബിൻസൺ പറഞ്ഞ അഭിപ്രായത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെ സംവിധായകൻ എന്ന രീതിയിൽ കാര്യം ചോദിക്കട്ടെ. ഈ നഴ്സുമാരുടെ കാര്യം നമ്മൾ പറഞ്ഞു. അവരുടെ ത്യാഗനിർഭരമായിട്ടുള്ള
അർപ്പണ മനോഭാവത്തോടെയുള്ള സേവനങ്ങളെയും നമ്മൾ വിലമതിക്കുന്നു. പക്ഷേ ഇന്നും എനിക്ക് തോന്നുന്നു ഒരുപാട് ഉച്ചനീചത്വങ്ങൾ നടമാടുന്നൊരു മേഖല തന്നെയാണ് ആരോഗ്യ മേഖല. ഇസാര്യം സൂചിപ്പിച്ചു, ഡോക്ടറുടെ വലങ്കൈയായി പ്രവർത്തിക്കുന്നതാണ് നഴ്സുമാർ. പക്ഷെ അവർക്ക് ശമ്പളത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും അവർ പുറകോട്ട്, മാനേജ്മെൻറ്റുകളായിക്കൊള്ളട്ടെ സർക്കാർ മേഖലയിലായിക്കോട്ടെ, ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ഡോക്ടർക്ക് തുല്യം കൊടുക്കണമെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ വളരെ ഒരു വേർതിരിവ് ആ കാര്യത്തിലുണ്ട്. പ്രത്യേകിച്ച് സ്വകാര്യ മാനേജ്മെൻറ്റുകൾ. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഇന്ന് രാവിലെ കണ്ണൂരിൽ ഒരു സമരം, അതിൻ്റെ വാർത്ത കേട്ടിട്ടാണ് കേരളം ഉണർന്നത് തന്നെ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നേഴ്സുമാർക്ക്, അത് മാത്രമല്ല ഈ ഹ്രസ്വചിത്രം അതിനകത്ത് അവരുടെ ഒരു നമ്പരപ്പെടുത്തുന്ന ചില ഓർമ്മകളൊക്കെ ഉണ്ട്. പഴയകാല നേഴ്സുമാർ ഒരുപാട് അനുഭവിച്ചതാണ് തൊഴിൽ മേഖലയിലെ ചൂഷണങ്ങൾ. അത് ഇതിനകത്ത് വരച്ചു കാട്ടിയിട്ടുണ്ടോ എന്ന് ഞാനിത് കാണാത്തതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷേ തൊഴിൽ മേഖലയിൽ ഇന്നും സ്വദേശത്തായാലും വിദേശത്തായാലും നേഴ്സുമാർ, പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ ധാരാളം ചൂഷണത്തിന് വിധേയമാക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വേതനത്തിൻ്റെ കാര്യത്തിലും അവർക്ക് പലപ്പോഴും പോരാടേണ്ടി വരുന്നു. നമ്മുടെ കോതമംഗലം ബെസേലിയസ് കോളേജിലൊക്കെ നടന്ന സമരമൊക്കെ അന്ന് ശ്രദ്ധിക്കപ്പെട്ട സമരം തന്നെയാണ്. ആ കാര്യത്തെക്കുറിച്ച് ഈ നേഴ്സുമാരുടെ ജീവിതത്തിലേക്ക് കടന്ന് ഏറെ ചിന്തിച്ച ഒരാളെന്ന രീതിയിൽ എന്ത് തോന്നുന്നു? അവർക്ക് നമ്മളൊരിക്കലും നല്ലൊരു ബേസിക് സാലറി അടിസ്ഥാനപരമായിട്ട് നമുക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു മിക്കയിടത്തും തന്നെ 6000-7000 രൂപയ്ക്കൊക്കെ നഴ്സുമാർ വർക്ക് ചെയ്യുന്നവരെ എനിക്ക് പേഴ്സണലി തന്നെ അറിയാം. പക്ഷെ അവര് ചെയ്യുന്ന ജോലിക്ക് അവര് നമ്മൾ സാലറി ഇടാൻ നമ്മളെ കൊണ്ട് ആരെ കൊണ്ട് ഒരിക്കലും പറ്റുന്ന ആൾക്കാരല്ല. ഒരിക്കലെങ്കിലും ഒരു നേഴ്സിന്റെ ആ ഒരു കെയറിങ് അനുഭവിക്കാത്തവരായി ആരും കാണത്തില്ല. നമ്മളൊക്കെ ജനിച്ചു വീഴുന്നത് തന്നെ ഏതെങ്കിലും ഒരു നേഴ്സിന്റെ കരങ്ങളിലോട്ടായിരിക്കും, അല്ലെ? അപ്പോ ഞാൻ എന്റെ ഒരു അനുഭവം പറയാം. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നു എന്റെ അമ്മാവൻ തെങ്ങേന്ന് വീണ് സുഖമില്ലാണ്ടായി കഴിഞ്ഞപ്പോ ആ ICUവിന്റെ അകത്ത് കയറി കഴിഞ്ഞിട്ടാണ് നമുക്കറിയാം, ഇവര് കോമയില് ബോധമില്ലാതെ ഒക്കെ കിടക്കുന്നവർ കാണും. കുഞ്ഞു പിള്ളേരെ പോലെ മരമൊക്കെ പോയി മെഴുകി കിടക്കുന്നവര്. എത്ര പേര് ഛർദിക്കാതെ ഓക്കാനിക്കാതെ ആ മണം സഹിച്ച് അതൊക്കെ ക്ലീൻ ആക്കുന്ന എത്ര ആൾക്കാരുണ്ട്. നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷെ ചിലപ്പോ അമ്മയ്ക്ക് പറ്റും, അതല്ലാതെ ഒരു ഔട്ട്സൈഡർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണും. പക്ഷെ ഇവരാരെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുമ്പോൾ മോന്തയും വീർപ്പിച്ചോണ്ടാണ് നിക്കണേ. ആ വേദനയെല്ലാം ഉള്ളിലൊതുക്കി ഒരു ചെറു പുഞ്ചിരിയും കൊണ്ട് നമ്മുടെ വേദന മാറ്റും. നമ്മൾ ചിലപ്പം കൈമുറിഞ്ഞായിരിക്കും ചെല്ലുന്ന, കരഞ്ഞ് നിലവിളിച്ചായിരിക്കും ചെല്ലണേ. പക്ഷെ അവരുടെ ഒരു സ്വാന്തന വാക്ക്, അല്ലെങ്കിൽ അവര് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ അടുത്ത് വന്ന് ബിഹേവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വേദന കൂടത്തേ ഉള്ളൂ. പക്ഷെ അവരൊരു ചെറു പുഞ്ചിരി കൊണ്ട് മരുന്ന് പോലും ഇല്ലാതെ നമ്മുടെ വേദനയെ മാറ്റാനുള്ള ഒരു മാജിക്കൽ പവറാണ് അവർക്കുള്ളത്. അങ്ങനെയുള്ള അവരെ അവർക്ക് ജീവിക്കാൻ ബാക്കിയുള്ള, ഞാൻ ചോദിക്കണു, ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള സെലിബ്രിറ്റീസ് അല്ല, ശരിക്കും അവരെയാണ് നമ്മൾ സെലിബ്രിറ്റീസ് ആയിട്ട് കാണേണ്ടത്. ആ ഒരു ഫീൽഡിന്റെ ഡെപ്ത് അത്രയുണ്ട്. അത് നമുക്ക് ഒരിക്കലും വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അവരുടെ അടിസ്ഥാനമായ ആവശ്യങ്ങൾ ഉറപ്പായിട്ടും നമ്മൾ നടത്തി കൊടുക്കണം. അവര് സാലറിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലും അപ്പുറമായിട്ട് അവർ വർക്ക് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. അവർക്ക് നമ്മൾ മാനുഷികപരമായിട്ട് കൊടുക്കാൻ ഉള്ള ഒരു ബേസിക് സാലറി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരിങ്ങനെ കിടന്ന് യാചിക്കേണ്ടി വരത്തില്ല. അല്ലെങ്കിൽ അവര് ചെയ്യുന്ന ത്യാഗം എന്താണ്, അവരെന്തോരം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഈ ജോലി ചെയ്യുന്നത് എന്ന് ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നഴ്സുമാരും സമരം ചെയ്യേണ്ടി വരത്തില്ല. അത് കിട്ടാത്തത് കൊണ്ടാണ് അവര് ചെയ്യുന്നത്. പലപ്പോഴും ഈ മേഖലയിൽ വേറെ വിഷയം കൂടിയുണ്ട്. ആരോഗ്യരംഗത്ത് ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ ഡോക്ടർമാരുടെ അനാസ്ഥ കൊണ്ട് ചിലപ്പോഴൊക്കെ ജീവനുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം യാഥാർത്ഥ്യം തന്നെയാണ്, നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിന്റെ എല്ലാം ഏറിയ പങ്കും പഴി കേൾക്കേണ്ടി വരുന്നത് നേഴ്സുമാരാണ്. ഈ ഇസ സൂചിപ്പിച്ചു, ജയപ്രകാശ് സൂചിപ്പിച്ചു, ജോബിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡോക്ടർമാരുടെ ഒപ്പം തോളോട് തോൾ ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്നതിന്റെ ഏറ്റവും കൂടുതൽ റിസ്കി ഫാക്ടർ അനുഭവിക്കേണ്ടി വരുന്നത് ഡോക്ടറല്ല, പലപ്പോഴും നേഴ്സാണ്. ഇപ്പോൾ നിങ്ങളുടെ ഈ ഹ്രസ്വചിത്രം ചിത്രീകരിച്ച മോർണിംഗ് ആശുപത്രി തന്നെ പലപ്പോഴും അവിടെ അലങ്കോലപ്പെട്ടിട്ടുണ്ട്, അക്രമങ്ങൾ നടന്നിട്ടുണ്ട്, അത് തല്ലി നശിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് പ്രസവങ്ങളൊക്കെ ബന്ധപ്പെട്ടാണ് ഞാനത് ഓർക്കുന്നു. പക്ഷെ അവിടെയൊക്കെ ഡോക്ടർക്ക് നേരെയുണ്ടായ കയ്യേറ്റങ്ങളെക്കാൾ കൂടുതൽ അന്നുണ്ടായത് നേഴ്സുമാർക്ക് നേരെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഡോക്ടർക്ക് ഉണ്ടാവുന്ന പിഴവ് ഡോക്ടറുടേതാണെന്ന് ഡോക്ടർ അംഗീകരിക്കുമ്പോഴും അതിന്റെ ഇപ്പുറം ഇതിന്റെ മുഴുവൻ ഈ രോഗികളുടെയും ബന്ധുക്കളുടെയും ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരിക, ശകാരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരിക, അവരുടെ കായികമായ മർദ്ദനങ്ങൾക്ക് വിധേയമാകുന്ന എല്ലാ നേഴ്സുമാരാണ്. അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ?
അതൊരു കാര്യം പറയാം. നമ്മള് തലയും കൊണ്ട് ചിന്തിച്ചു കഴിയുമ്പോൾ, അല്ലെ നമ്മുടെ തലച്ചോറ് ചിന്തിച്ചു കഴിയുമ്പോഴാണ്, പ്രവർത്തിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ കൈയും കാലും ഒക്കെ പ്രവർത്തിക്കുന്നത്, അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഹെഡാണ്. ആ ഹെഡ് ഇരുന്ന് ചിന്തിക്കുവാണ്, അപ്പം നമ്മുടെ കൈകളും കാലുകളും ഒക്കെ പ്രവർത്തിക്കുന്നു. അപ്പം ആ കൈകളാണ് ശരിക്കും നഴ്സുമാരെന്ന് പറയുന്നത്, പ്രവർത്തിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ എന്താ പറയണേ, നമ്മുടെ പെട്ടെന്നൊരു ദേഷ്യം വന്നു, നമ്മൾ നമ്മുടെ കൈയെടുത്ത് ഒരാൾക്കൊട്ടൊരു അടി വെച്ച് കൊടുത്തു. പിന്നീട് നമ്മൾ എന്താ ചിന്തിക്കണം, അയ്യോ ഈ കൈയും കൂടി ഞാൻ അടിച്ചല്ലോ, എന്റെ ഈ കൈ വെച്ചിട്ടാലോ ഞാൻ അവനിട്ട് അടിച്ചെന്ന് വിചാരിക്കും. പക്ഷെ ചിന്തിച്ചവൻ ആരാന്ന് ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? അതാണ് ഇപ്പൊ സാറ് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ശരിക്കും അവരോട് പറയുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. എന്തായാലും ശരി, സ്വന്തം ജീവനെ തണവൽഗണിച്ചുകൊണ്ട് തന്നെ ആരോഗ്യരംഗത്തിന് ഉണർവ് പകരാൻ കഷ്ടപ്പെടുന്ന, സങ്കടപ്പെടുന്ന, ശുശ്രൂഷ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന രോഗികളെ യഥാസമയത്ത് തന്നെ സ്വന്തം ജീവനും ജീവിതവും ഉറ്റവരെയും ഉടയവരെയും എല്ലാം വിസ്മരിച്ചുകൊണ്ട് തന്നെ സേവന രംഗത്ത് ദീപ്ത നക്ഷത്രങ്ങളായി ശോഭിക്കുന്ന നഴ്സുമാർ ഇന്ന് അവർ പ്രത്യേകമായി സ്മരിക്കുന്ന ദിനമാണ്. നിങ്ങൾ കടപ്പാട് എന്ന ഹ്രസ്വചിത്രത്തിലൂടെ നഴ്സിംഗ് രംഗത്ത് അർപ്പണബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന മുഴുവൻ നഴ്സുമാരെയും ഓർക്കുക മാത്രമല്ല, അവരോടുള്ള സമൂഹത്തിന്റെ കടപ്പാട് ഹ്രസ്വചിത്രത്തിലൂടെ നിങ്ങൾ അതിന്റെ ആവിഷ്കാരത്തിലൂടെ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ പരിശ്രമിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ചാനൽ ടുഡേയുടെ പേരിൽ, പ്രേക്ഷകരുടെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ഷൂട്ടർ സൈറ്റിന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുകയാണ്.